സർക്കാർ ജീവനക്കാരായ വനിതകൾക്ക് കെയർ ലീവ് അനുവദിക്കാനൊരുങ്ങി ഷാർജ. തുടർച്ചയായ പരിചരണം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അമ്മമാർക്കാണ് ഈ അവധി ലഭിക്കുക. ഷാർജ മാനവ വിഭവശേഷി വകുപ്പ് ചെയർമാൻ അബ്ദുള്ള ഇബ്രാഹിം അൽ സാബിയാണ് തീരുമാനം അറിയിച്ചത്. ആരോഗ്യ കാരണങ്ങളാൽ തുടർച്ചയായ പരിചരണം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്കോ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്കോ ജന്മം നൽകുന്ന അമ്മമാർക്കാണ് അവധി ലഭിക്കുക. പ്രസവ അവധി പൂർത്തിയാക്കിയതിനു ശേഷം ആരംഭിക്കുന്ന ഈ അവധി ആദ്യം 1 വർഷത്തേക്കും പിന്നീട് വാർഷികാടിസ്ഥാനത്തിൽ 3 വർഷം വരെയും നീട്ടാൻ സാധിക്കും. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത്. അമ്മമാരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വർഷത്തെ പരമാവധി കാലാവധി പിന്നിട്ടിട്ടും അവധി തുടരേണ്ട സാഹചര്യമുണ്ടായാൽ വിഷയം ഹയർ ഹ്യൂമൻ റിസോഴ്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും തുടർന്ന് ആവശ്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ആർട്ടിഫിഷ്യൽ സാങ്കേതികവിദ്യ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി ദുബായ്. KG മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമായിരിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ തീരുമാനം നടപ്പാക്കും. പുതിയ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. പുതിയ തീരുമാനപ്രകാരം KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ നിർമ്മിത ബുദ്ധി വിഷയം ഉൾപ്പെടുത്തും. UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് തീരുമാനം എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചത്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തി സമഗ്രമായൊരു പാഠ്യപദ്ധതി വികസിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. മാറുന്ന കാലത്തെ സാങ്കേതികവിദ്യയെക്കുറിച്ച് അറിവുകൾ നൽകുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട ഭാവി സ്വന്തമാക്കാനാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. UAE ഇതിനോടകം പൊതു സ്വകാര്യ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സജീവമാണ്. ദുബായിൽ AI അക്കാദമി സ്ഥാപിക്കുമെന്ന് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. 24 ദുബായ്. മക്കയിൽ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ കമ്മ്യൂണിറ്റി സ്കൂൾ യാഥാർത്ഥ്യമാക്കണമെന്ന് മക്കയിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മലയാളി നഴ്സസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മക്കയിലെ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരം മക്കയിലുള്ള വിദ്യാർത്ഥികളുടെ വിവരശേഖരണം പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. പ്രസിഡന്റ് മുസ്തഫ മലയിൽ, അബ്ദുൽ സാലിഹ് തുടങ്ങിയവർ പങ്കെടുത്തു. സീറ്റൻ ഹാൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റിൽമാൻ സ്കൂൾ ഓഫ് ബിസിനസിന്റെ അഡ്വൈസറി കൗൺസിലിലേക്ക് അനീഷ് ജെയിംസ് തിരഞ്ഞെടുക്കപ്പെട്ടു. പാഠ്യേതര കാര്യങ്ങളിൽ വ്യക്തിമുദ്ര തെളിയിച്ച ആളുകളെയാണ് അഡ്വൈസറി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കുക. ബാങ്ക് ഓഫ് അമേരിക്കയുടെ എന്റർപ്രൈസ് പേയ്മെന്റ് വൈസ് പ്രസിഡന്റാണ് അനീഷ്. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ ജനറൽ സെക്രട്ടറി, കാംപ്റ്റൺ കാത്തലിക് ഡയസിലെ റേഷ്യൽ ജസ്റ്റിസ് കമ്മീഷൻ മെമ്പർ കൂടിയാണ്. മീഡിയ ഇഗ്നൈറ്റ് 2025 എന്ന പേരിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഷിക്കാഗോ ചാപ്റ്റർ പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് ജോർജ് ലെക്ലെയർ ഉദ്ഘാടനം ചെയ്തു. ലോക പത്രസ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. ഫോട്ടോഗ്രാഫിയിലെയും വീഡിയോ എഡിറ്റിംഗിന്റെയും പ്രാഥമിക പരിശീലനത്തിന് പ്രാധാന്യം നൽകിയ സെഷനുകളാണ് ഉണ്ടായിരുന്നത്. പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് ജോർജ് ലെക്ലെയർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ സൗജന്യമായി നടന്ന വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. വർഗീസ് പാലമലയിൽ, പ്രസന്നൻ പിള്ള, ആലൻ ജോർജ് എന്നിവർ സംസാരിച്ചു. 24 അമേരിക്ക. ഹജ്ജ് സമയത്തെ അടിയന്തര സാഹചര്യം നേരിടാൻ രക്തം ദാനം ചെയ്ത ജിദ്ദയിലെ KMCC പ്രവർത്തകർ. കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലെ നാഷണൽ ഗാർഡ് മിലിറ്ററി ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്കിലാണ് 100ലേറെ KMCC വോളണ്ടിയേഴ്സ് രക്തം ദാനം ചെയ്തത്. ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്ര, ജനറൽ സെക്രട്ടറി VP മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജിദ്ദയിൽ നവോദയ ഷറഫിയ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സോക്കർ ഫെസ്റ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഖാലിദ് ബിൻ വലീഫ് ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ദിവസത്തെ മത്സരത്തിൽ വെറ്ററൻസ് വിഭാഗത്തിൽ സോക്കർ FC ഫ്രൈഡേ ഫ്രീക്സ് FCയെ 1 ഗോളിന് പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ BFC വൈബ് ജിദ്ദയെ ജിദ്ദ ഫ്രണ്ട്സ് 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മൂന്നാം മത്സരത്തിൽ JSC സീനിയേഴ്സ് ഹിലാൽ FCയെയും ഇത്തിഹാദ് FC അറബ് ഡ്രീംസിനെയും പരാജയപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് ഫൈസൽ കോടശ്ശേരി അധ്യക്ഷനായിരുന്നു. സ്കിയ ഖത്തറിന്റെ യൂത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാമിന് തുടക്കം. ഖത്തറിലെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ നേതൃപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഖത്തർ എഞ്ചിനീയേഴ്സ് ഫോറം ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ സഹകരണത്തോടെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അബ്ദുൽ ജലീൽ നിർവഹിച്ചു. ആഴ്ചയിൽ 2.5 മണിക്കൂർ വീതമുള്ള ക്ലാസുകൾ 2 മാസം നീളും. അന്താരാഷ്ട്ര പെക്യൂമെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ കോൺഫറൻസിന് വേദിയായി ദുബായ് പാം ജുമേറയിൽ നടന്ന പരിപാടിയിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് 500-ലധികം പ്രതിനിധികൾ പങ്കെടുത്തു.
റീഡിഫൈനിങ് ഗ്ലോബൽ ട്രേഡ് ദി UAE ഷേപ്പിംഗ് സസ്റ്റൈനബിൾ സപ്ലൈ ചെയിൻസ് ഫോർ ദി ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ ദുബായ് പാം ജുമൈറയിലാണ് പരിപാടി നടന്നത്. വ്യാപാര തടസ്സങ്ങൾ നേരിടാൻ സുസ്ഥിര ഡാറ്റ അധിഷ്ഠിത വിതരണ ശൃംഖലകൾ അനിവാര്യമാണെന്ന് UAE സഹിഷ്ണുതാ സഹവർത്തിത്വ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പറഞ്ഞു. സംഭരണ സംവിധാനങ്ങളും വിതരണ ശൃംഖലകളും സുസ്ഥിരവും ശക്തവും സമൂഹത്തിനും ലോകത്തിനും ഗുണകരമാക്കണമെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരുകളുടെയും ബിസിനസ്സുകളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പെപ്സിക്കോ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ദക്ഷിണേന്ത്യൻ മേഖല വൈസ് പ്രസിഡന്റും ചീഫ് പ്രൊക്യൂർമെന്റ് ഓഫീസറുമായ നബീൽ സൂസു ഉൾപ്പെടെ 500-ലധികം പ്രതിനിധികളും കോൺഫറൻസിൽ പങ്കെടുത്തു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഉൾപ്പെടെ പ്രമുഖരും പരിപാടിയുടെ ഭാഗമായിരുന്നു. 24 ദുബായ്. ചിത്രകാരി സീമ സുരേഷിന്റെ ചിത്ര പ്രദർശനത്തിന് ദുബായിൽ തുടക്കം. ആർട്ട് ഫീസ്റ്റ് എന്ന പേരിൽ ദുബായ് മദീന മാളിൽ നടക്കുന്ന പ്രദർശനം പ്രമുഖ വ്യവസായി NM പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അക്രിലിക്, ഓയിൽ എന്നിവയിൽ വരച്ച 15 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. കേരളീയ ചുമർചിത്ര ശൈലിയിലുള്ളതാണ് ആർട്ട് ഫീസ്റ്റിലെ ചിത്രങ്ങളിൽ അധികവും. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുട്ടികളുടെ വായനോത്സവത്തിൽ കുട്ടികളുമായി സംവദിച്ച് മലയാളി വിദ്യാർത്ഥിനി തഹാനി ഷാഹിർ. ഷാർജ എക്സ്പോ സെന്ററിൽ ക്രിയേറ്റീവ് കിഡ്സ് കഫേയിലാണ് തഹാനി കുട്ടികളുമായി സംവദിച്ചത്. എമിറാത്തി വിദ്യാർത്ഥിനി ഫാത്തിമ സറോനി, ഈജിപ്ഷ്യൻ വിദ്യാർത്ഥിനി സാന്റി ഹാനി എന്നിവരും പങ്കാളികളായി. നദാ താഹ മോഡറേറ്ററായിരുന്നു. കൊല്ലം സ്വദേശിനിയായ തഹാനി ഷാഹിർ ഷാർജ അവറോൺ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. OICC കുവൈറ്റ് ഏർപ്പെടുത്തിയ മികവുറ്റ പൊതുപ്രവർത്തനത്തിനുള്ള രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം KC വേണുഗോപാൽ MPക്ക് സമ്മാനിക്കും. വേണു പൂർണിമ 2025 എന്ന പേരിൽ മെയ് 9 വൈകിട്ട് 5 മണിക്ക് ഷുവൈക്ക് ഫ്രീ സോൺ റോയൽ സ്യൂട്ട് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പുരസ്കാരം സമ്മാനിക്കുക. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിഖ്, മറിയം ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. പ്രശസ്ത പിന്നണി ഗായകർ പങ്കാളികളാകുന്ന കലാപരിപാടികളും അരങ്ങേറും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച നടത്താനിരിക്കുന്ന ഗൾഫ് സന്ദർശനത്തിന് പിന്നാലെ ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടാമതും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഗൾഫ് സന്ദർശനം അടുത്തയാഴ്ചയുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2017 സൗദി സന്ദർശിച്ച ട്രംപ് ഇത്തവണ സൗദിക്ക് പുറമെ UAEയും ഖത്തറും സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന് പിന്നാലെ ഗസയിൽ ശക്തമായ സൈനിക നടപടികൾ ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്തു. ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന സൈനിക നടപടികൾ പതുക്കെ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഗസ മുഴുവൻ പിടിച്ചെടുക്കാനും അനിശ്ചിതകാലത്തേക്ക് നിലനിർത്താനുമുള്ള പദ്ധതികൾക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകി. ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേലിന്റെ നിബന്ധനകളിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്താനും പ്രേരിപ്പിക്കുകയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് സൂചന. പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ 10,000-കണക്കിന് റിസർവിസ്റ്റുകളെ വിളിച്ചുവരുത്തി ഗസയിലെ സൈനിക നടപടികൾ വിപുലീകരിക്കാൻ നീക്കം തുടങ്ങിയതായും ഇത് ഹമാസിനെതിരായ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തലുണ്ട്. രക്തച്ചൊരിച്ചിലിന് പുറമെ ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ ദക്ഷിണ ഗസയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനും ഇതിനകം തന്നെ തുടരുന്ന ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നതിനും ഈ നീക്കം കാരണമാകും. ഗസയിലെ മാനുഷിക പ്രതിസന്ധി ഇതിനകം തന്നെ അതീവ ഗുരുതരമാണ്. യുദ്ധവും അടച്ചുപൂട്ടലും കാരണം ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഫലസ്തീനികൾ ബുദ്ധിമുട്ടുകയാണ്. പുതിയ പദ്ധതി ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുമെന്ന് സഹായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2023 ഒക്ടോബർ മുതൽ 52,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അൻവർ പാലേരി, 24 ദോഹ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന്റെ വരവറിയിച്ച് കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥാനപതിയുടെ വസതിയായ ഇന്ത്യ ഹൌസിൽ പ്രത്യേക വനിതാ യോഗ പരിപാടി സംഘടിപ്പിച്ചു. വനിതാ അംബാസഡർമാരും നിരവധി മറ്റ് വനിതകളും പരിപാടിയിൽ പങ്കെടുത്തു. യോഗാ പ്രചാരണത്തിനായുള്ള സംഭാവനകൾക്ക് ഇന്ത്യയുടെ പത്മശ്രീ പുരസ്കാരം നേടിയ കുവൈത്ത് രാജകുടുംബാംഗം ഷെയ്ഖ അൽ ജാസിം അൽ സബാഹയുടെ സാന്നിധ്യം ഇവന്റിന്റെ പ്രധാന ആകർഷണമായിരുന്നു. 2025 ജൂൺ 21 ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷാർജയിലെ സഫാരി മാളിലാണ് ഷോറൂം പ്രവർത്തിക്കുക. സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങളാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എക്സിക്യൂട്ടീവ് ഡയമണ്ട് സ്റ്റോർ സിനിമാ താരം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. റസൂൽ പൂക്കുട്ടി, ഷെയ്ഖ് അലി ബിൻ മുഹമ്മദ് ബിൻ റഷീദ് ബിൻ സുൽത്താൻ അൽ നുഐമി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, സിംസാറുൽ ഹഖ്
ഹുദവി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മനം നിറച്ച് കുടമാറ്റം. തെക്കേ ഗോപുരനടയിൽ മഴവില്ലഴക് വിരിയിച്ച് കുടമാറ്റം. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും മത്സരബുദ്ധിയിൽ വിരിഞ്ഞത് എണ്ണമറ്റ വിസ്മയക്കുടകളാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷം തൃശൂരിലെത്തിയ കലോത്സവ കപ്പ് കുടമാറ്റത്തിന്റെ തിളക്കമായി. തൃശൂർ പൂരത്തിന്റെ കാഴ്ചാഭംഗീത. അഞ്ച് 30 തെക്കേ ഗോപുരനടയ്ക്ക് മുൻവശത്ത് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ മുഖാമുഖം നിലയുറപ്പിച്ചു. ഒരൊറ്റ ലക്ഷ്യത്തോടെ തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി കുടമാറ്റം. ഗണപതിയും മുരുകനും തൃക്കാക്കരയപ്പനും മിനിറ്റുകൾക്കുള്ളിൽ കുടകളിൽ തെളിഞ്ഞു. ഒരു പതിറ്റാണ്ടിന് ശേഷം തൃശൂരിലേക്കെത്തിയ കലോത്സവത്തിന്റെ കപ്പുയർത്തി തിരുവമ്പാടി. കയ്യനങ്ങുന്ന ചെണ്ടകൊട്ടുമായി പാറമേക്കാവിന്റെ മറുപടി. വർണ്ണവിസ്മയം തീർത്ത് വരാഹം, നരസിംഹം, LED കുടകൾ. കുടമാറ്റത്തിന് ശേഷം വേടൻ ഇവിടെ തുടരുമെന്ന ബാനർ ഉയർത്തി പൂരപ്രേമികൾ. കുടമാറ്റ കാഴ്ചകൾ കണ്ണും മനസ്സും നിറച്ച നിർവൃതിയിൽ പൂരപ്രേമികൾ മഹാഗോപുര നടക്കി മുന്നിൽ നിന്ന് വിടവാങ്ങി. ടീം 24 തൃശൂർ. കർണപുടങ്ങളിൽ കുളിർമഴ പെയ്യിച്ച് ഇലഞ്ഞിത്തറയിൽ മേളം പെയ്തിറങ്ങി. കീഴൂട്ട് അനിയന്മാരാരും സംഘവും ഒരുക്കിയ പാറമേക്കാവിന്റെ മേളക്കാഴ്ച ജനലക്ഷങ്ങളെ പൂരാവേശത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചു. ഇലഞ്ഞിത്തറയിൽ പതികാലം തുടങ്ങി. കൊമ്പും കുഴലും ഇലത്താളവും ചെണ്ടകളും ചേർന്നു. ഇടകാലത്തിലെത്തിയപ്പോൾ ഇലഞ്ഞിമരത്തിന്റെ തലയാട്ടം. മേളത്തിന്റെ കയറ്റിറക്കങ്ങളിൽ ആൾക്കൂട്ടം ആർപ്പു വിളിച്ചു. വിരലുകൾ വീശിച്ചുഴറ്റി. ഒടുവിൽ കലാശം. കിഴക്കൂട്ട് അനിയന്മാരാരും 400-ലേറെ വരുന്ന കൂട്ടരുമൊരുക്കിയ നാദവിസ്മയം. പാണ്ടിമേളത്തിന്റെ നിറതാളം. ഇനി ഒരാണ്ടിന്റെ കാത്തിരിപ്പ്. ടീം 24 തൃശൂർ. മക്കയിൽ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ കമ്മ്യൂണിറ്റി സ്കൂൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് മക്കയിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മലയാളി നഴ്സസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മക്കയിലെ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഈ ആവശ്യവുമായി കഴിഞ്ഞ മാസം MNF ഭാരവാഹികളും രക്ഷിതാക്കളും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചിരുന്നു. കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരം മക്കയിലുള്ള വിദ്യാർത്ഥികളുടെ വിവരശേഖരണം പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. മക്കയിലെ സ്ഥിരതാമസക്കാരും വിസിറ്റ് വിസയിലുള്ളവരും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നാട്ടിലേക്ക് പോയവരുമായ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ലിങ്ക് എത്രയും പെട്ടെന്ന് പൂരിപ്പിച്ച് സഹകരിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും UK-യും. കരാറിലൂടെ പ്രധാന വസ്തുക്കളുടെ തീരുവ ഒഴിവാക്കും. ചരിത്രപരമായ നാഴികക്കല്ല് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാറിനെ വിശേഷിപ്പിച്ചത്. 3 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നിർണായക കരാർ നിലവിൽ വന്നത്. കരാർ ഒപ്പിട്ട വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ പങ്കുവച്ചു. കരാറിലൂടെ പ്രധാന വസ്തുക്കളുടെ തീരുവ ഒഴിവാക്കും. ചരിത്രപരമായ നാഴികക്കല്ലെന്നാണ് മോദി കരാറിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലേക്ക് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറെ ക്ഷണിക്കുന്നുവെന്നും മോദി പറഞ്ഞു. കരാറിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരബന്ധം മെച്ചപ്പെടുത്താനാകും. നിക്ഷേപം, തൊഴിൽ സാധ്യത എന്നിവ വർദ്ധിക്കും. കരാറിലൂടെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 2-3 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ.
9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരിയിലാണ് കരാർ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായത്. 2022 ജനുവരി 13-നാണ് കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും UK സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ബിസിനസ് ആൻഡ് ട്രേഡ് ജോനാഥൻ റെയ്നോൾഡും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം പ്രഖ്യാപനത്തിന് പിന്നാലെ UKയുമായുള്ള ചർച്ചകൾ വേഗത്തിലാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് 24. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് നാളെ വത്തിക്കാനിൽ തുടക്കമാകും. വോട്ടവകാശമുള്ള 135 കർദിനാൾമാരിൽ 133 പേർ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ളത്. 252 കർദിനാൾമാരിൽ 133 പേരാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം അഥവാ 89 വോട്ടാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാനായി വേണ്ടത്. നാളെ ഉച്ചകഴിഞ്ഞ് ഒരു വോട്ടെടുപ്പ് നടക്കും. കോൺക്ലേവ് നീളുകയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും 2 തവണ വീതം വോട്ടെടുപ്പ്. പാപ്പയെ തെരഞ്ഞെടുത്താൽ കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്നിയിൽ നിന്നും വെളുത്ത പുകയും അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നതെങ്കിൽ കറുത്ത പുകയും ഉയരും. ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാർക്കാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ളത്. മാർ ബസേലിയോസ് ക്ലീമീസ് ബാവ, മാർ ജോർജ് കൂവക്കാട്, ഗോവ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫെറാവോ, ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് ആന്റണി പൂല എന്നിവരാണ് ഇവർ. കോൺക്ലേവിന് മുന്നോടിയായി നാളെ രാവിലെ 10 മണിക്ക് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾമാർ കുർബാനയിൽ പങ്കെടുക്കും. മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉന്നതനായ ഒരു കർദിനാൾ ആ വിവരം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അറിയിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ബെനഡിക്ട് 16-നെയും 2 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുത്തിരുന്നു. 1903-ലും 1922-ലുമാണ് ഏറ്റവും ദൈർഘ്യമേറിയ കോൺക്ലേവുകൾ നടന്നത്. ഇവ 5 ദിവസം നീണ്ടു. റിസർച്ച് ഡെസ്ക് 24. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാജ്യവ്യാപകമായി 259 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടക്കുക. സംസ്ഥാന വ്യാപകമായി നാളെ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. യുദ്ധസാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മോക്ക് ഡ്രിൽ. 1971 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടിക്ക് രാജ്യം സാക്ഷിയാവുന്നത്. രാവിലെ 11 മണിയോടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു ചേർത്തു. ദേശീയ ദുരന്ത നിവാരണ സേന അടക്കമുള്ള വിവിധ ഏജൻസികളുടെ തലവന്മാരും യോഗത്തിലുണ്ടായിരുന്നു. വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി, തന്ത്രപ്രധാന സ്ഥാപനങ്ങളെ ശത്രുവിന്റെ കണ്ണിൽ നിന്നും മറയ്ക്കുക, അടിയന്തര സാഹചര്യത്തിൽ ആശയവിനിമയം തുടങ്ങി ജനങ്ങൾക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. കേന്ദ്രം തയ്യാറാക്കിയ സിവിൽ ഡിഫൻസ് ജില്ലകളുടെ പട്ടികയിൽ തിരുവനന്തപുരവും എറണാകുളവുമുണ്ട്. എന്നാൽ നാളെ സംസ്ഥാന വ്യാപകമായി തന്നെ മോക്ക് ഡ്രിൽ നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ്. കേരളത്തിലെ ഡാമുകളുടെ സുരക്ഷ കൂട്ടാനുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വീണ്ടും ചർച്ച നടത്തി. 12 മണിക്കൂറിനിടെ 2ാം തവണയായിരുന്നു കൂടിക്കാഴ്ച. 24 ഡൽഹി. പാകിസ്ഥാൻ അതിർത്തിയിൽ അഭ്യാസ പ്രകടനം നടത്താൻ വ്യോമസേന. രാജസ്ഥാനിലെ അതിർത്തിയിലാണ് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് നാളെ അഭ്യാസ പ്രകടനം നടത്തുന്നത്. മേഖലയിൽ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. ചെനാബ് നദിയിലെ ജലം ഇന്ത്യ തുറന്നുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ പ്രളയ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. സിയാൽകോട്ട് അടക്കം പഞ്ചാബ് പ്രവിശ്യയിലാണ് മുന്നറിയിപ്പ്. ഇതിനിടെ ഇന്ത്യയുടെ വെള്ളം രാജ്യത്തിനകത്ത് തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിലെ ബൈസരൺ വാലിയിൽ നിന്നും ഭീകരവാദിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിൽ. അഹമ്മദ് ബിലാൽ എന്നയാളെയാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി പിടികൂടിയത്. തുടർച്ചയായ 12ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട ബൈസരൺ വാലിയിൽ നടക്കുന്ന പതിവ് തെരച്ചിലിനിടെയാണ് ഭീകരവാദി എന്ന് സംശയിക്കുന്ന ഒരാൾ പിടിയിലായത്. അഹമ്മദ് ബിലാൽ എന്നയാളാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി പിടിയിലായത്. ഇയാളുടെ പെരുമാറ്റത്തിൽ ദുരൂഹത തോന്നിയ സുരക്ഷാസേന കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസിന് കൈമാറി. ബദ്ഗാമിൽ നടത്തിയ പരിശോധനയിൽ 2 പ്രാദേശിക ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 2 പിസ്റ്റളുകളും 15 തിരകളും ഗ്രനേഡും കണ്ടെടുത്തു. പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു നിന്നും പാക് പൗരനെ പിടികൂടി. ഭീകരാക്രമണ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ പഹൽഗാം പോലീസ് സ്റ്റേഷനിലെ SHO റിയാസ് അഹമ്മദിനെ അനന്ത്നാഗിലേക്ക് മാറ്റി. പീർ ഗുൽസാർ അഹമ്മദിനെ പഹൽഗാമിലെ പുതിയ SHO ആയി നിയമിച്ചു. തുടർച്ചയായി 12ാം ദിവസവും പാകിസ്ഥാൻ
വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബനി, അക്നൂർ എന്നീ 8 പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. ഉചിതമായ തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. പാകിസ്ഥാൻ പ്രകോപനം തുടരുമ്പോൾ അതിര് കടന്നാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇന്ത്യൻ സൈന്യം നൽകിക്കഴിഞ്ഞു. അതേസമയം ജമ്മു കശ്മീരിൽ പ്രാദേശിക ഭീകരർക്ക് വേണ്ടിയുള്ള വേട്ട തുടരുകയാണ്. ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. 7 വർഷത്തിനുള്ളിൽ 7 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സുമായി 24ന്റെ വിജയക്കുതിപ്പ് തുടരുന്നു. വാർത്തകൾ അവതരിപ്പിക്കുന്നതിലെ പുതുമയും ദൃശ്യാവിഷ്കാരത്തിലെ സാങ്കേതിക തികവും നിലപാടുകളിലെ സത്യസന്ധതയുമാണ് 24നെ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെടുന്ന വാർത്താ ഇടമാക്കി മാറ്റിയത്. നാടിന്റെ ന്യൂസ് ഡെസ്കായി മാറിയ 24ന് 7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ തിളക്കമേകുകയാണ്. പുതിയ വാർത്തകളും ജീവിതകഥകളും തേടുന്നതിനൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തതാണ് 24ന്റെ ജനപ്രീതിക്ക് കാരണം. അധികൃതരെ നിരന്തരം വിളിച്ചുകൊണ്ടുള്ള ഫോളോ അപ്പ് മുതൽ ജീവിതത്തിൽ തനിച്ചായവരെ 24 കണക്റ്റിലൂടെ ചേർത്ത് നിർത്താനാകുന്നതുവരെ ഇതിനുദാഹരണം. നാടിനെ നശിപ്പിക്കുന്ന വിപത്തായ ലഹരിക്കും അക്രമത്തിനുമെതിരെ 1 മാസം നീണ്ട കേരളയാത്ര സംഘടിപ്പിച്ചുകൊണ്ടാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ മാധ്യമരംഗത്തെ 40 വർഷം 24 ആഘോഷിച്ചത്. ലഹരിക്കെതിരെ അമ്മമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള യാത്ര വൻ വിജയമായി. സംസ്ഥാന സർക്കാരിന് ലഹരിയുമായി ബന്ധപ്പെട്ട ചില ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകാനും 24ന് സാധിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ 24 കണക്റ്റിലൂടെ ചേർത്ത് നിർത്തി. മഹാദുരന്തങ്ങളിൽ ഒറ്റപ്പെട്ടവർ, നാട്ടിലേക്ക് വരാനാകാതെ യുദ്ധമുഖത്ത് വിറങ്ങലിച്ചു നിന്നവർ, ജപ്തി ഭീഷണിയിൽ പകച്ചു നിന്നവർ തുടങ്ങി നിരവധി പേർക്ക് സഹായമെത്തിക്കാനും അവരുടെ നാവാകാനും 24ന് കഴിഞ്ഞു. സൗദിയിലെ അബ്ദുറഹീമിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ധനസമാഹരണ ദൗത്യവും 24ന്റെ നേതൃത്വത്തിൽ നടന്നു. റെക്കോർഡ് ലൈവ് കാഴ്ചകളുമായി മലയാളികളുടെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആകാനും ഇക്കാലം കൊണ്ട് 24ന് സാധിച്ചു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഓൺലൈൻ പോർട്ടൽ, എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങി സമൂഹമാധ്യമങ്ങളിലാകെ 24 അതിവേഗം മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക് 24. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അതിന്റെ ദൃശ്യങ്ങൾ തത്സമയ സംപ്രേഷണം 24-ൽ ഉണ്ടാകും. പുലർച്ചെ 2:45 മുതൽ പ്രേക്ഷകർ ഒപ്പമുണ്ടാകണം. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.